നമ്മൾ മനുഷ്യ പുരോഗതിയുടെ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ യൗവനാരംഭത്തിലാണ്. ഇനിയും നമുക്ക് കളിപ്പാട്ടങ്ങളായ മതങ്ങളൊന്ന് ഉപേക്ഷിക്കണം. ഇനിയും നമുക്ക് വേണ്ടത് ആത്മീയമായ ചില കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധയാണ്. മതങ്ങൾ വെറും നേരം പോക്ക് പരിപാടിയാണ്. എന്നാൽ ആത്മീയതയായിട്ട് യാതൊരു ബന്ധവും മതത്തിനില്ല. തിരിച്ചിരിക്കുന്നു മനുഷ്യൻ. ആത്മീയത എന്ന് പറഞ്ഞാൽ മതങ്ങളല്ല. ആത്മീയമായിട്ട് ഉയരണമെങ്കിൽ മതം ഉപേക്ഷിച്ചേ പറ്റൂ. അല്ലാതെ ആത്മീയമായിട്ട് ഒരിക്കലും ഉയരാൻ പറ്റുകയില്ല. ഇനിയും ഇതുവരെ നമ്മളുടെ മനുഷ്യൻ്റെ ശാരീരിക തലത്തിൽ ഉള്ള വളർച്ചയാണ്, പുരോഗതിയാണ്, പരിണാമം നടന്നിരുന്നത്. അത് ഏകദേശം സമാപ്തിയിലെത്തിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഇനിയും നമ്മളുടെ ആന്തരികമായ കഴിവ്, ശക്തി, ആത്മാവ്, അതിൻ്റെ ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത് പ്രകൃതി. അതായത് 5 ഇന്ദ്രിയങ്ങൾക്ക് പുറമെ 6ാമത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. അതാണ് ഭൂരിഭാഗം പേരും ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ, ഇതിലൊക്കെ നല്ല ശ്രദ്ധ മനുഷ്യന് വന്നിട്ടുണ്ട്. ലോകം മുഴുവൻ ഈ മാറ്റം കണ്ടുവരുന്നു. അത് നമ്മളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങണം. ഇനിയുള്ള കാലമെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞും വഴക്കും വക്കാളും ഉണ്ടാക്കാതെ നമുക്ക് ആത്മീയമായിട്ടൊന്ന് മുന്നേറാൻ ശ്രമിക്കണം. ആത്മീയമായിട്ട് മുന്നേറണമെങ്കിൽ ധ്യാനം, പ്രാണായാമം, പിന്നെ യോഗ, ഇതൊക്കെയാണ് അതിൻ്റെ എളുപ്പമാർഗം. അതേ വഴിയുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇപ്പം നിർത്തുക.